friends, welcome to Lakshmi's cooking stories. ഇന്ന് ഞാനൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മാംഗോ കസ്റ്റേർഡ്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ അതിലേറെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് മാംഗോ കസ്റ്റേർഡ് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം ഒരു 4 ടേബിൾ സ്പൂൺ വനില കസ്റ്റേർഡ് പൗഡർ എടുക്കുക. അതൊരു ചെറിയ മിക്സിംഗ് ബൗളിലോട്ട് നമുക്ക് മാറ്റാം. ഇനി അതിലേക്ക് നമുക്ക് പാല് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലംസ് ഒന്നുമില്ലാതെ നീറ്റായിട്ട് ഒഴിക്കാം. നമുക്ക് ലംസ് ഒന്നുമില്ലാതെ നല്ല നീറ്റായിട്ട് മിക്സ് ചെയ്ത് ഇത് മാറ്റി വെച്ചേക്കാം. പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ തൽക്കാലം മാറ്റി വയ്ക്കാം. ഇനി നെക്സ്റ്റ് നമുക്കൊരു അടി കട്ടിയുള്ള ഒരു സോസ് പാൻ എടുക്കുക. അതിലേക്ക് ഞാനിവിടെ 3 കപ്പ് പാല് അളന്നെടുത്തിട്ടുണ്ട്. ആ പാല് ഒഴിച്ചു കൊടുക്കുക. മെഷറിംഗ് കപ്പിലാണ് 3 കപ്പ്. ഇനി പാലൊന്ന് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. പാലൊന്ന് ജസ്റ്റ് ചൂടാവുമ്പോൾ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച കസ്റ്റേർഡ് പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം വളരെ ലോയിൽ വേണം വെച്ചിരിക്കാൻ. വളരെ ലോയിലായിരിക്കണം. നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ കാണുന്നുണ്ടാവും തിക്കായി വരികയാണ്. ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം വളരെ ലോ ആയിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ആ ഒരു ടൈമിൽ ഞാനിവിടെ 8 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മാങ്ങയുടെ മധുരം അനുസരിച്ച് വേണം പഞ്ചസാര എടുക്കാനായിട്ട്. നമുക്കിതിൽ പഞ്ചസാര ആഡ് ചെയ്ത് പഞ്ചസാര അലിഞ്ഞതിലേക്ക് ചേരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര അലിഞ്ഞ് ചേരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ശ്രദ്ധിക്കുക, വളരെ ലോയിൽ തന്നെ ഫ്ലെയിം വെച്ചേക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. നേരെ കുക്കായി കിട്ടുകയുമില്ല. നമുക്ക് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നല്ല തിക്കായി വന്നു. വളരെ എളുപ്പമായിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഒരു മാങ്ങാക്കാലമായതുകൊണ്ട് ഇഷ്ടംപോലെ മാങ്ങ നമുക്ക് വീട്ടിലുണ്ടാവും. ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണിത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ആണല്ലോ നല്ല തിക്കായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു മാങ്ങയുടെ പ്യൂരിയാണ് എടുത്തിട്ടുള്ളത്. മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ മാംഗോ കസ്റ്റേർഡ് റെഡിയായി. ഇനി ഇത് നമുക്ക് തണുക്കാനായി വയ്ക്കാം. തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി തണുപ്പിച്ചാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. നമുക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം. മാംഗോ കസ്റ്റേർഡ് റൂം ടെമ്പറേച്ചറിലോട്ട് വന്നിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം നല്ല ഫ്രഷ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ നമുക്കിതിൻ്റെ മുകളിൽ ഇങ്ങനെ
നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. മാങ്ങയെല്ലാം വിതറി കഴിഞ്ഞു. നമുക്കിനി ഇത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഒരു 4 മണിക്കൂറെങ്കിലും മിനിമം ഇത് ഫ്രിഡ്ജിലിരുന്ന് സെറ്റ് ആവണം. അപ്പോഴേ നമുക്കിത് കസ്റ്റർഡിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ട് വരികയുള്ളൂ. 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. നമ്മുടെ മാംഗോ കസ്റ്റർഡ് റെഡി ആയിട്ടുണ്ട്. ഇത് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തതാണ്. നമുക്കിനി ഇതൊരു ചെറിയ ബൗളിലോട്ട് സെർവ് ചെയ്ത് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ കസ്റ്റർഡ് കഴിക്കാൻ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എൻ്റെ മാംഗോ കസ്റ്റർഡിൻ്റെ റെസിപ്പി നിങ്ങൾ കണ്ടല്ലോ. വളരെ ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. അതിനോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ഷെയറും ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.